ഇപ്പോഴേ കണക്ട് ചെയ്ത് റിങ്ങിയുണ്ട്. സ്പീക്കർ ഓൺ ആക്കേട്ടാ. ഗുരുവേ, ഒരു ഫോണുണ്ട്. എറണാകുളത്ത് നിന്നാണെന്ന് തോന്നുന്നു. ഹലോ, നമസ്കാരം ഗുരുവേ, ഇത് ഞങ്ങളാണ്. എറണാകുളത്തു നിന്നും പ്രസാദ് റാവുവും വേദവതിയെ വിളിക്കുന്നേ. നമസ്കാരം. എല്ലാവർക്കും സുഖമാണോ? ദൈവകൃപ കൊണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. സർവം ഈശ്വരേച്ഛ. ഗുരുവേ, അങ്ങയോടൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനാണ് വിളിച്ചത്. പറഞ്ഞോളൂ. അത് വേദവതി പറഞ്ഞോളൂ. അതാ കൊടുക്കാം. ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട് ഗുരുവേ? സുഖമാണ് മോളെ. വേറൊന്നുമല്ല ഗുരുവേ, എന്റെ ജാതകത്തിൽ പിറന്ന ആ കുട്ടിയെ ഗുരുവിന്റെ അടുത്തേക്ക് ഒരു തവണ കൊണ്ടുവന്നപ്പോ ജാതകത്തില് ഒരു പ്രശ്നവും കാണുന്നില്ലെന്ന് അന്ന് അങ്ങ് പറഞ്ഞു. അതെ. 1 മാസക്കാലത്തേക്ക് നല്ല മുഹൂർത്തങ്ങളൊന്നും ഇല്ല എന്നും അങ്ങ് പറഞ്ഞു. ഓർമ്മയുണ്ട്. ഇപ്പൊ 1 മാസം കഴിഞ്ഞല്ലോ. അവളുടെ അച്ഛനും അമ്മയ്ക്കും അവരുടെ കല്യാണം പെട്ടെന്ന് നടത്തണമെന്നുണ്ട്. ശ്രീകറിന്റെയും നിഹാരികയുടെയും കല്യാണ മുഹൂർത്തം പെട്ടെന്ന് തന്നെ കുറിക്കണമെന്നുണ്ട്. ആയിക്കോട്ടെ മോളെ. നാളൊരു നല്ല ദിവസമല്ലേ? അങ്ങേക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ വീട്ടിലേക്കൊന്ന് വരാമോ? തീർച്ചയായും വരാം മോളെ. ഈ ഗ്രാമങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി നടക്കുന്ന കല്യാണമാണ്. നിങ്ങളുടെ വിളിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. മഹാഭാഗ്യം. ഒരു കാര്യം പറഞ്ഞോളൂ ഗുരു. നാളത്തെ ചടങ്ങ് തുടങ്ങുന്നത് അന്നപൂർണാദേവി പൂജ ചെയ്തതിന് ശേഷമായിരിക്കും. മുഹൂർത്തം നിർണയിച്ച് വിവാഹപത്രിക എഴുതിയതിനു ശേഷം നിങ്ങളുടെ കുടുംബ ആചാരപ്രകാരം തലമുറകളായി കൈമാറി വരുന്ന സമ്പ്രദായ പ്രകാരം ഭാവി മരുമകളെ നിങ്ങളുടെ കൈകൊണ്ട് മൂക്കൂത്തിയെടുത്ത് അണിയിക്കാം. ആ നിമിഷം മുതൽ കല്യാണക്കാരൻ തുടങ്ങിയതുപോലെയാ. അങ്ങനെയാവട്ടെ മഹാഗുരു. അങ്ങ് പറയുന്നത് പോലെ ചെയ്യാം. പൂജയ്ക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്താം. എന്നാ വെക്കട്ടെ ഗുരു. അങ്ങനെ തന്നെ ആവട്ടെ മോളെ. സർവേ ജനത സുഖിനോ ഭവന്തോ. ഗുരു പറഞ്ഞത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഉടനെ ഇക്കാര്യം നിഹാരികയോട് പറയാം. അവൾക്ക് ഒത്തിരി സന്തോഷാവും. ശരി വേദ. മോളെ നിഹാരിക, മോളെ. ഇപ്പോഴാണ് ഞങ്ങള് കുലഗുരുവിനോട് സംസാരിച്ചത്. അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയോ? ഞാൻ എല്ലാം കേട്ടിരുന്നു അമ്മേ. സ്വാമി അദ്ദേഹം അമ്മയോട് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. നാളെ ഞങ്ങളുടെ കല്യാണ മുഹൂർത്തം കുറിച്ച് വിവാഹ പത്രിക എഴുതി എന്നെ അമ്മയുടെ കൈകൾ കൊണ്ട് മുക്കുത്തി അണിയിക്കുന്ന ചടങ്ങാ നടക്കാൻ പോകുന്നത്. അതല്ലേ കാര്യം? അതെ മോളെ. മുക്കുത്തി ധരിക്കാനുള്ള ആ ഭാഗ്യം എന്റെ തലമുറയില് എനിക്കാ ലഭിച്ചത്. എനിക്ക് ശേഷം ആ ഭാഗ്യം നിനക്ക് കിട്ടാൻ പോവാ. അമ്മയുടെ മഹാഭക്തിയായ തുളസിയുടെ ജാതകത്തിൽ പിറന്നത് നമ്മൾ രണ്ടുപേരും ചെയ്ത പുണ്യമാണ് മോളെ. അത് ശരിയാ അമ്മേ. മോളെ, കല്യാണം ദാ എങ്ങ എത്താറായി കേട്ടോ. ഇത് കേൾക്കുമ്പോ എനിക്ക് നാണാണോ സന്തോഷാണോന്ന് അറിയില്ല. എന്തൊക്കെയോ തോന്നുന്നുണ്ടമ്മേ. അന്നപൂർണാദേവി ഈ വീട്ടിലേക്ക് ദേവതയെ പോലൊരു മരുമകളെയാണ് അയച്ചത്. അതെ വേദ. അയ്യോ, സോറി ആവനി. എന്തോ ഒരു സന്തോഷത്തില് ഓടി വന്നപ്പോ അറിയാതെ അങ്ങ് ഇടിച്ചു പോയതാ. നിനക്കൊന്നും പറ്റിയില്ലല്ലോ? അല്ലെങ്കിലേ കല്യാണപ്രായം എത്തിയ പെണ്ണാ. നടുവിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാ എത്ര ഭംഗിയുണ്ടെങ്കിലും ഒന്നിനും കൊള്ളാത്ത ഒരാളെ പോലെ മൂലയ്ക്ക് കിടക്കേണ്ടി വരും. ഞാനൊരു മാനിനെ പോലെ തുള്ളി തുള്ളി ഇങ്ങനെ ചാടി വരുന്നത് എന്തിനാണെന്ന് നിനക്ക് അറിയാമോ അവനി? ഇപ്പോഴാ ഒരു സന്തോഷകരമായ മനസ്സിന് സമാധാനം കിട്ടുന്ന ഒരു വാർത്ത വന്നത്. അതുകൊണ്ട് പറ്റിയതാ. അതെന്താണെന്നോ, നാളെ ശ്രീകരേട്ടന്റെയും എന്റെയും കല്യാണ മുഹൂർത്തം നോക്കുന്നത് മാത്രമല്ല, അന്നപൂർണ ദേവിയുടെ മുക്കുത്തിയെ എനിക്ക് തരുന്നുണ്ടത്രേ. അതാലോചിക്കുമ്പോ തന്നെ എന്തൊരു ത്രില്ലാണെന്നോ. ഞാൻ ഇത്ര ഹാപ്പിയാണെന്ന് നിനക്ക് അറിയോ അവനി? ഇതിനുള്ള അവസരവും ഭാഗ്യവും എത്ര പേർക്ക് ഉണ്ടാകുമെന്നാ.
ഒരു പെൺകുട്ടി ഏതെങ്കിലും ഒരു വീട്ടിലെ മരുമകളാകുന്നത് വെരി കോമൺ. ബട്ട് വേദവതി അമ്മയുടെ വീട്ടിലെ മരുമകളാവുക എന്നത് വെരി വെരി സ്പെഷ്യൽ. ആം ഐ റൈറ്റ്? എന്റെ സന്തോഷം നിനക്ക് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല അവനി. ഓവർ എക്സൈറ്റഡ് ആവാതെ നിഹാരിക. ഒരുപാടങ്ങ് പൊങ്ങി ഏതെങ്കിലും ഒരു കൊമ്പത്ത് തട്ടി താഴെ വീണ് മൂക്ക് തകർന്നു പോയാ മൂക്കൂത്തിയല്ല, മൂക്കില് ബാൻഡേജ് ആയിരിക്കും പിന്നെ ഇടേണ്ടി വരിക. ഏയ്, എന്നോട് നിനക്കിപ്പോ നല്ല അസൂയ തോന്നുന്നുണ്ടല്ലേ? നന്നായിട്ട് കൊള്ളുന്നുണ്ടല്ലേ? നീ പ്രതീക്ഷിച്ചതൊക്കെ നടക്കാൻ വേണ്ടി ഇനി ഒരുപാട് കുഴപ്പങ്ങളുണ്ട് നിഹാരിക. എന്തു വേണമെങ്കിലും സംഭവിക്കാം. നോ വേ ബേബി. നാളെ നീ ഫംഗ്ഷൻ നടക്കുന്നിടത്ത് ഇല്ലാത്തത് കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. എല്ലാം കൂൾ. ചില കാര്യങ്ങളൊന്നും മനുഷ്യര് വിചാരിച്ചു എന്ന് കരുതി മാത്രം നടക്കാൻ പോകുന്നില്ല. അതിന് ദൈവം കൂടെ ഉണ്ടാവണം, പഞ്ചഭൂതങ്ങളുടെ ആശീർവാദം ഉണ്ടാവണം. അപ്പോഴേ സംഭവിക്കും. എനിക്കതെല്ലാം ഉള്ളത് കൊണ്ട് നാളത്തെ പ്രോഗ്രാമില് ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാകാൻ പോകുന്നില്ല. നിനക്ക് വീഡിയോസ് അയച്ചു തരാന്നേ. ശരി എന്നാ, ബൈ. എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മേ അന്നപൂർണദേവി, ശ്രീകരേട്ടൻ എന്റെ കഴുത്തില് ഈ താലി കെട്ടിത്തന്നു. മറ്റൊരു പെണ്ണിന്റെ കഴുത്തില് താലി കെട്ടേണ്ടി വരുന്ന അവസ്ഥ എങ്ങനെ കണ്ടിട്ട് പോലും എങ്ങനെ നിൽക്കാൻ കഴിയുന്നത്? എന്റെ താലിക്ക് തുണിയായിട്ട് നീയേ ഉള്ളൂ, എനിക്ക് നീയേ ഉള്ളൂ. നിഹാരികയല്ലേ? അതെടുക്ക്. എന്താ നീ ഇങ്ങനെ നോക്കുന്നേ? ഇത് റിംഗ് ടോൺ ഒന്നും അല്ല, ആംബുലൻസിന്റെ സൈറണോ പോലീസിന്റെ സൈറണോ പോലെ ഉണ്ട്. ഏത് ബോംബാവും പൊട്ടുമെന്ന് വിചാരിച്ച് എടുക്കാൻ പോലും പേടിയാവുന്നു. പെട്ടെന്ന് എടുത്തില്ലാന്നുണ്ടെങ്കിൽ അതിനുള്ളതും കൂടി ഇനി കേൾക്കും. എടുത്തിട്ട് സ്പീക്കറിലിട്. എവിടെയായിരുന്നു ഇത്രയും നേരം? ഞാൻ എന്തിനാ വിളിച്ചെന്ന് കരുതി ടെൻഷനായി പോയല്ലേ? ആ, അതൊക്കെ നിനക്ക് നന്നായി ഗസ് ചെയ്യാൻ പറ്റും. ഡാഡി എടുത്തുണ്ടോ? ഇവിടെ ഉണ്ട് ബേബി, കേൾക്കുന്നുണ്ട്. എന്താ പ്രശ്നം? ടെൻഷൻ ആവൊന്നും വേണ്ട, ഗുഡ് ന്യൂസാ. ഞങ്ങൾക്ക് അങ്ങനെ ഗുഡ് ന്യൂസ് ഒക്കെ കേൾക്കാനുള്ള യോഗമൊക്കെ ഉണ്ടോ? ആദ്യം എന്താ കാര്യം നമ്മൾ പറയട്ടെ ഗൗതമി. നാളെ വിവാഹ പത്രിക തയ്യാറാക്കുന്ന ചടങ്ങില് എനിക്ക് മൂക്കുത്തി അണിയിക്കാൻ പോവാ ഗൗതമി. ആണോ? അതെ. ആ മൂക്കുത്തി അണിയിച്ചു കഴിഞ്ഞാ ഞാൻ വേദവതിയുടെ മരുമകളായെന്ന് വെച്ചോ, പിന്നെ ഒരു മാറ്റവും ഇല്ല. റിച്ച് ഫാമിലിയിലുള്ളവർക്ക് സ്റ്റാറ്റസ് സിംബൽ എന്ന് വെച്ചാൽ എന്താണോ, വേദവതിയുടെ കുടുംബത്തിലും ആചാരങ്ങളുടെ പേരിൽ അങ്ങനത്തെ കുറച്ച് സിംബൽ ഉണ്ട്. അതില് പ്രധാനപ്പെട്ടതാണമ്മേ മൂക്കുത്തി. അത് നാളെ എനിക്ക് ലഭിക്കാൻ പോവാ. ഞങ്ങളുടെ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം വേദവതിയുടെ മരുമകളായി ഒഫീഷ്യലി അത് അവരെങ്ങനെ അനൗൺസ് ചെയ്തോ, കല്യാണ മുഹൂർത്തം കുറിച്ച് ആ മൂക്കുത്തി എന്നെ അണിയിച്ചതിന് ശേഷവും വേദവതിയുടെ മരുമകളാണെന്ന് ഒന്നുകൂടി ഉറപ്പിച്ച് പറയുന്നത് പോലെയാകും. ഭഗവാനെ, നീ എന്തായിരിക്കും പറയാൻ പോകുന്നതെന്ന് കരുതി ഞങ്ങൾ പേടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ വളരെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക ഗൗതമി. നിന്റെ സന്തോഷത്തിന് വേണ്ടിയല്ലേ മോളെ ഇതെല്ലാം. നാളെ നടക്കാൻ പോകുന്ന ഫംഗ്ഷനെ കുറിച്ച് ആലോചിച്ച് കൂട്ടി രാത്രി മുഴുവൻ മാവനി വല്ലാതെ പ്രയാസപ്പെടും. നേരം വെളുക്കുമ്പോ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഒരു ഡിസ്റ്റർബൻസും കൂടാതെ മുഹൂർത്തം കുറിക്കുന്ന ചടങ്ങ് അവസാനിക്കും. അതുപോലെ സമാധാനത്തില് നിന്റെ കല്യാണവും കൂടി നടന്ന ഞങ്ങൾക്കും കുറച്ചു കാലം വല്ല കാശിക്കോ കാശ്മീരിലേക്കോ പോയി ഹാപ്പി ആയിട്ട് ജീവിക്കായിരുന്നു. ശരി, നാളെ വേഗം വന്നേക്കണേ. ശരി, ബൈ. ബൈ മോളെ. കല്യാണം എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ.
അമ്മയുടെയും എൻ്റെ കല്യാണത്തെക്കുറിച്ചാണോ ചേച്ചി? ആ ഡേറ്റ് അറിയാൻ വേണ്ടി ഞാൻ എത്ര കണ്ട് കാത്തിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ട്. കള്ളു കുടിച്ചിട്ട് പോലും ഉറക്കം കിട്ടുന്നില്ല. എവറി സെക്കൻഡ് ആവണി എൻ്റെ കൺമുന്നിൽ വന്നുകൊണ്ടിരിക്കുക, അറിയോ? നിഹാരിക ഫോൺ ചെയ്ത് എൻ്റെ കാര്യം തന്നെയല്ലേ പറഞ്ഞത്? നീ ഞങ്ങളുടെ നിഹാരികയും കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം ജനിച്ചതാണെന്ന് തോന്നുന്നു. ജീവിതത്തില് കല്യാണം വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ അളിയ? ആദ്യം നിഹാരികയുടെയും ശ്രീകറിന്റെയും കല്യാണം കഴിഞ്ഞാ പിന്നെ നിങ്ങളുടെ കാര്യം റെഡി ആയിക്കോളും. കുറച്ചുകൂടെ ഒന്ന് ക്ഷമിക്കും മോനെ. എന്നെക്കാ മുമ്പ് അവര് റൂട്ട് ക്ലിയർ ചെയ്തു പോയ എന്റെ അവസ്ഥ എന്താ? ചേങ്കിൽ അടിച്ചോണ്ടിരിക്കണോ ഞാനിവിടെ? ഉള്ളതാകെ 2 വഴി. ഒന്ന്, അവരുടെ കല്യാണത്തിന് മുമ്പ് എന്റെ കല്യാണം നടക്കണം. 2 കല്യാണവും ഒരേ മുഹൂർത്തത്തിൽ നടക്കണം. അതങ്ങനെ നടന്നില്ലെങ്കിൽ വലിയ വിപത്തുണ്ടാകും. ഇടയ്ക്കെന്തെങ്കിലും സംഭവിച്ച് നിങ്ങൾ എന്നെ വഞ്ചിക്കാൻ ശ്രമിച്ചെന്ന് വെച്ചോ, കല്യാണ മണ്ഡപം ശ്മശാനമാക്കി മാറ്റും ഞാൻ. എപ്പോഴും എന്നോടിങ്ങനെ പറയിപ്പിക്കുന്നത് എന്തിനാ ചേച്ചി? നിങ്ങളോടിങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ വന്ന് പറയുമ്പോൾ എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എല്ലാവരെയും കൊല്ലുമെന്ന് പറഞ്ഞിട്ട് അവൻ എത്ര കൂളായിട്ടാ പോകുന്നതെന്ന് നോക്കിയേ. രാവണാസുരന്റെ സെക്കൻഡ് വെർഷൻ അവൻ. അടുത്ത ജന്മത്തിൽ മനുഷ്യനായിട്ട് ജന്മം വേണ്ട, പല്ലിയായിട്ട് മതി എന്നാണ് മരുമകൻ. അതെന്താഗ്രഹമാടാന്ന് അമ്മായിയമ്മ. നിങ്ങളുടെ മകൾക്ക് പേടിയുള്ളത് അതിനെ മാത്രമല്ലേ എന്ന് മരുമകന്റെ മറുപടി. നിഹാരിക, ഇത് നീ തന്നെയാണോ? ഞാനാണ് ചേച്ചി. എങ്ങനെയുണ്ട്? ശരിക്കും ഞങ്ങളുടെ അമ്മയെ പോലെ ഇരിക്കുന്നു. അതേ നിഹാരിക, ജൂനിയർ വേദവരിയെ പോലെയുണ്ട്. മൂക്കൂത്തി പൂജാമുറിയിലെയാണോ അതോ ഫാൻസി ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണോ? പൂജാമുറിയിലുള്ളതാ. അമ്മോ, ഇത്ര ധൈര്യത്തോടെ എങ്ങനെ എടുത്തത്? എന്തായാലും ഇത് എന്റെ കയ്യിലേക്ക് തന്നെ വരാനുള്ളതല്ലേ, പിന്നെന്താ കുഴപ്പം? ഓരോന്ന് കാണിച്ചു കൂട്ടാതെ ആദ്യം ആ മൂക്കുത്തി എടുത്ത് പൂജാമുറിയിൽ വെച്ചിട്ട് വാ. ഇത് സ്വന്തമാക്കാൻ വേണ്ടി ഈ ആവനി ഇതിനു മുമ്പ് ഒരുപാട് പ്രയത്നങ്ങൾ ചെയ്ത് ഫെയിൽ ആയതാ. അവസാനം ഇതെനിക്ക് ലഭിക്കാൻ പോവാ. എന്തിനും ഒരു അർഹത ഉണ്ടാവണം. ഈ മുക്കുത്തി ഇപ്പോൾ
നമ്മുടെ അമ്മയേക്കാൾ എനിക്കല്ലേ നന്നായിട്ട് സ്യൂട്ടാവുന്നത്? അമ്മയേക്കാൾ ഇത് എനിക്കല്ലേ കൂടുതൽ ഭംഗിയുള്ളത്? ആ അതെ, എനിക്കറിയാം എനിക്കിത് നന്നായി ചേരുമെന്ന്. നാളെ മുഹൂർത്തമൊക്കെ ഉറപ്പിച്ചതിന് ശേഷം ഇതെന്തായാലും എനിക്കുള്ളതല്ലേന്ന് കരുതി നേരത്തെ ഒരു ട്രയൽ ചെയ്തതാ. നിഹാരിക, നിഹാരിക തീർന്നു മോളെ. എന്താ നീ കാണിച്ചത്? ഞാൻ എന്താ ചെയ്തതമ്മേ? എന്റെ അനുവാദമില്ലാതെ എന്തിനാ നീ പൂജാമുറിയിലേക്ക് പോയത്? നീ എന്തിനാ മൂക്കുത്തി ഇപ്പൊ പുറത്തേക്ക് എടുത്തത്? ഇതിലിപ്പോ എന്ത് തെറ്റാ ഉള്ളതമ്മേ? ഈ മൂക്കൂത്തി അമ്മയ്ക്ക് ശേഷം ധരിക്കാനുള്ളത് ഞാൻ തന്നെയല്ലേ? ആയിരിക്കും, പക്ഷേ വീട്ടിലെ ആചാരപ്രകാരം അതിനൊക്കെ ഒരു രീതി ഉണ്ടാവില്ലേ? ഇതിലൊക്കെ എന്ത് രീതിയുണ്ടെന്നാ? നമ്മളതെങ്ങനെ മാറ്റുന്നോ അങ്ങനെ മാറിക്കോളൂ. എന്തു പറ്റി നിഹാരിക നിനക്ക്? എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ആന്റിയുടെ അതേ ജാതകത്തിൽ പിറന്നതല്ലേ, അതുകൊണ്ടാ അഹങ്കാരം കൊണ്ട് തലയിൽ കണ്ണു മുളച്ചതങ്ക്. ഇവിടുത്തെ അമ്മയെ പോലെ എനിക്ക് ഈ ഗ്രാമങ്ങളുടെ ദേവതയാകണം. എന്നെ കണ്ട് എല്ലാവരും ജയഘോഷങ്ങളും മുദ്രാവാക്യങ്ങളും വിളിക്കണം. എല്ലാവരെയും ഒരു നോട്ടം കൊണ്ട് മാത്രം എനിക്ക് ശിക്ഷിക്കാൻ പറ്റണം. ഒരു സംശയവുമില്ല, നിഹാരിക ആവശ്യമില്ലാത്ത എന്തോ കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നത്. ഞാനൊന്നും കുടിച്ചിട്ടില്ല പൃഥ്വിരാജേട്ടാ. ഐ ആം കൂൾ. എനിക്ക് എല്ലാവരുടെ മേലും അധികാരം കാണിക്കാനുള്ള അവകാശം വേണം. അതിനാ ഞാൻ ഈ വീട്ടിൽ കാലെടുത്ത് വച്ചത്. ദാറ്റ്സ് ഓൾ. നോക്കിയേ അമ്മേ, നിഹാരികയുടെ തനി സ്വരൂപം. നിങ്ങൾ എന്ത് കരുതിയാലും കുഴപ്പമില്ല. അമ്മയെ കണ്ട് പേടിക്കുന്നത് പോലെ നിങ്ങളെല്ലാവരും എന്നെ കണ്ടാലും പേടിക്കണം. എന്റെ വാക്കുകളെ വേദമായിട്ട് സ്വീകരിക്കണം, കൽപ്പനകളായി കണക്കാക്കണം. നിഹാരികയെ കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കാതെ നമ്മളെ തിടുക്കം കാണിച്ചതാണോ? അങ്ങനെ അവസാനം അമ്മയെ എതിർക്കാൻ പറ്റുന്ന മരുമകളെ കിട്ടി. നോ മോർ ഡിസ്കഷൻസ്. ഇവിടുത്തെ അമ്മയടക്കം എല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കണം. ഇല്ലെങ്കിൽ എല്ലാവരെയും പിടിച്ച് പുറത്താക്കും ഞാൻ. അയ്യോ, കല്യാണം കഴിയുന്നത് വരെ നല്ല ശ്രദ്ധയുണ്ടാകണം. ഈ നിഹാരിക ആരാണെന്നൊക്കെ അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ശരി ഗുരുവേ, അങ്ങനെ ആയിക്കോട്ടെ. ആ ആ ഇവിടെ ഒരുക്കങ്ങളൊക്കെ നടക്കുക. ശരി, അങ്ങനെ ആയിക്കോട്ടെ. ശുഭം ഭവിക്കട്ടെ. ഗുരു ഒരു അരമണിക്കൂറിൽ ഇങ്ങോട്ടെത്തും. ഗുരു ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും ദേവിയുടെ വിഗ്രഹമടക്കം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാകണം. ശരി അമ്മ. അമ്മേ, എന്താ ശ്രീ? അവനിയെ നമ്മുടെ വീട്ടിലെ ആളായിട്ടല്ലേ കണ്ടത്. എന്നിട്ട് ഇങ്ങനെ ഒരു ഒക്കേഷൻ ഉള്ളപ്പോ അവളെ പുറത്തേക്ക് വിടുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. വീട്ടിൽ നിന്നും പൂർണ്ണമായിട്ട് പുറത്തോട്ട് പറഞ്ഞയച്ചതുപോലെ എന്തിനാ വെറുതെ ഇങ്ങനെ ഫീൽ ആവുന്നത് ശ്രീകരേട്ടാ? അവനി ഒറ്റ ദിവസത്തേക്കല്ലേ പുറത്തേക്ക് പോകുന്നേ, അതിന് നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നേ? ഇതാണ്
ഇങ്ങനെ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് കാണിച്ചാലേ ജനങ്ങൾക്ക് സംശയം തോന്നിയതുപോലെ വരൂ. നിങ്ങൾ എന്തിനാ എല്ലാവരും ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞങ്ങള് ശരിയായിട്ട് തന്നെ ആലോചിക്കുന്നേ, നീയാ റോങ് റൂട്ടിൽ ആലോചിക്കുന്നേ. ഒരു ദിവസത്തെ കാര്യമില്ലടാ. അവൻ ഇതിനു മുൻപും സുജാതയുടെ വീട്ടിൽ ഒരുപാട് നിന്നിട്ടുള്ളതല്ലേ. അറിയാത്ത സ്ഥലത്തേക്കാണോ, അറിയാത്ത ആളുടെ അടുത്തേക്കാണോ? എന്റെ മോളുടെ വീട്ടിലേക്ക് തന്നെയല്ലേ. നിഹാരികയുടെ വീട്ടുകാര് വലിയ കാര്യങ്ങളൊന്നും നമ്മളോട് ചോദിച്ചിട്ടില്ല ശ്രീകർ. ചെറിയ ആഗ്രഹങ്ങൾ പോലും നിറവേറ്റിയിട്ടില്ലെങ്കിൽ അവരെന്ത് കരുതും?